നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ആക്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഓഡിയൻസിന് ഒരു തർക്കവും ഉണ്ടാവില്ല. അത് നമ്മുടെ ബിഗംസ് തന്നെയാണ്. 1970s മമ്മൂക്കയും 80s ലാലേട്ടനും അവരുടെ സിനിമാ കരിയർ തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 50 വർഷത്തോളമായി 300-ലധികം സിനിമകൾ ചെയ്താണ് ഇവർ മലയാള സിനിമയുടെ നെടും തൂണായി മാറിയത്. മറ്റെല്ലാ ആക്ടേഴ്സിനേക്കാളും ഫാൻസ് പവറും ഇവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒട്ടുമിക്ക നടന്മാർക്കെല്ലാം ഒരു 100 കോടി കളക്ഷനുള്ള പടമുണ്ട്. മലയാളത്തിൽ നിന്നും 10 പടങ്ങൾ ടോട്ടലായിട്ട് 100 കോടി അടിച്ചിട്ടുണ്ട്. അതിൽ നെസ്ലൻ, ഫാഫ, പൃഥ്വിരാജ്, പിന്നെ ലാലേട്ടൻ്റെ തന്നെ 4 സിനിമകൾ ആ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പുലിമുരുകൻ, ലൂസിഫർ, L2E തുടരും. പക്ഷേ മമ്മൂട്ടിക്ക് 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടും ഒരു 100 കോടി സിനിമ ഇതുവരെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാമിലി, ഓഡിയൻസ്, ഫാൻസിൻ്റെ പവർ, അങ്ങനെ കുറേ ഉണ്ട്. മമ്മൂക്കയുടെ 100 കോടി ഡിസർവിംഗ് ആയിട്ടുള്ള പല സിനിമകൾ വന്നിട്ടും, ഫോർ എക്സാമ്പിൾ ഭീഷ്മപർവം, റോഷാക്ക്, ബ്രഹ്മയുഗം, കണ്ണൂർ സ്ക്വാഡ്, ഇവയെല്ലാം വന്നിട്ടും വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി ആയിട്ടും അതിനൊന്നും 100 കോടി കിട്ടിയില്ല. പക്ഷേ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സ് കുറച്ച് ഡീപ്പാണ്. അത് ആ ഒരു സെൻസിൽ എടുക്കണമെന്നുള്ള ഡിസ്ക്ലെയിമർ ഇട്ട് ഞാൻ തുടങ്ങാം. ഈ സ്ലീപ്പർ സെൽ ഫാൻസ് ഇല്ലേ, ലാലേട്ടൻ്റെ ഒരു സ്ലീപ്പർ സെൽ ഫാൻസ് ഉണ്ട്. അത് മമ്മൂക്കക്ക് ലാലേട്ടനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ പ്രായമായിട്ടുള്ള പണ്ടത്തെ ആൾക്കാർക്കെല്ലാം ലാലേട്ടനുമായി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ സിനിമകൾ മാത്രം കാണുന്ന കുറേ പേര് പണ്ടത്തെ ജനറേഷനിലുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഫോർ സം റീസൺ ഈ ഹാർഡ് കോർ ഫാൻസിനപ്പുറത്ത് ജനറൽ ഓഡിയൻസ് മമ്മൂക്കയിൽ നിന്നും സബ് കോൺഷ്യലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി അത് അവരിൽ പലരും ആളിനൊരു ഹയർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണുന്നത് കൊണ്ടാവാം. പക്ഷേ ലാലേട്ടൻ്റെ കാര്യത്തിൽ ഇത് ഓപ്പോസിറ്റാണ്. ജനറൽ ഓഡിയൻസിൽ പലരും ലാലേട്ടനെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ് കാണുന്നത്. ലാലേട്ടൻ്റെ കുടുംബ ചിത്രങ്ങൾ, TV-യിൽ റിപ്പീറ്റായി വരുന്ന ക്ലാസിക് കോമഡി മൂവീസ്, ബിഗ് ബോസിലൂടെയും മറ്റ് ഷോസിലൂടെയും പിന്നെയും ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം ആയിരിക്കാം ഇതിന്റെ കാരണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ കോടികളുടെ ട്രെൻഡ് വന്ന സമയത്ത്, അതായത് ഈ കോവിഡിന് ശേഷമുള്ള കാലം, മമ്മൂക്ക ചെയ്ത സിനിമകളെല്ലാം കുറച്ചുകൂടെ നീഷ് ബേസ്ഡ് ആണ്. അതായത് എല്ലാ ഓഡിയൻസിനും കാണാൻ കഴിയാത്ത, കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസിന് പ്രിയപ്പെട്ടതാവുന്ന ഒന്ന്. പലരും പറയുന്ന പോലെ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. പക്ഷേ ഈ സമയത്ത് ലാലേട്ടൻ ചെയ്തത് എല്ലാത്തരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന സിനിമകളാണ്. ഫോർ എക്സാമ്പിൾ തുടരും. ഇനി നമുക്ക് കളങ്കാവിലോട്ട് വരാം. അതിൽ ഈ റോളുണ്ടല്ലോ, ഇത് ചെയ്യാൻ ഇത്രയും സ്റ്റാർഡമുള്ള മറ്റൊരു ആക്ടറും ഒരു ഇൻഡസ്ട്രിയിലും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഈ ഇമേജ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ലിറ്ററലി അതാണ് ഇതിൽ മമ്മൂക്ക ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ ചെയ്തതിന് അദ്ദേഹത്തിന് അത്രയും റെസ്പെക്ട് തന്നെ നമ്മൾ കൊടുക്കണം. കളങ്കാവിൽ മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി പടം ആവുമോ? നമുക്കൊന്ന് ഇതുവരെയുള്ള കളക്ഷൻ അനലൈസ് ചെയ്ത് നോക്കാം. സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞു. ഫസ്റ്റ് ഡേ 15.60 കോടിയാണ് കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 15.40 കോടി. തേർഡ് ഡേ ഞായറാഴ്ച 13 കോടി. ഫോർത്ത് ഡേ 5.65 കോടി. ഫിഫ്ത്ത് ഡേ 5.10 കോടി. 6-ാം ദിവസം 3.75 കോടി. ആൻഡ് 7-ാമത്തെ ദിവസം 4 കോടി. അങ്ങനെ ടോട്ടൽ 1 വീക്ക് കൊണ്ട് 62.50 കോടിയാണ് സിനിമ കളക്ട് ചെയ്തത്. ആൻഡ് ടോട്ടലായിട്ട് 12 ദിവസം കൊണ്ട് 76.5 കോടി കളക്ഷൻ നേടി 75 കോടി എന്ന മാർക്കും ക്രോസ് ചെയ്തു. പടം 100 കോടിക്കുള്ള മുതലുണ്ടെങ്കിലും തിയേറ്ററിലേക്കുള്ള ആ ഒരു ഒഴുക്ക് അത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ തീർന്നു. ഇനി മാക്സിമം പോയാൽ കണ്ണൂർ സ്ക്വാഡൊക്കെ പോലെ 80 കോടി അച്ചീവ് ചെയ്ത് തിയേറ്ററിലുള്ള സ്ക്രീൻസൊക്കെ പതുക്കെ കുറഞ്ഞു വന്നു തുടങ്ങി. മറ്റൊന്ന് ബബ്ബയുടെ റിലീസോട് കൂടി പടം തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടായി പോകും. എന്നാലും ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറിന്റെ പടം 30 കോടി ബഡ്ജറ്റിൽ വന്ന് അതൊരു 80 കോടി അടിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സിനിമ ഇഷ്ടപ്പെട്ടവരിൽ നിന്നും ഹെവി പോസിറ്റീവ് വന്നെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും മമ്മൂക്കയുടെ ഒരു നീഷ് ബേസ്ഡ് മൂവിയാണ്. ജനറൽ ഓഡിയൻസിന് വെറുതെ പോയി കണ്ട് എന്റർടൈൻഡ് ആവാൻ പൂർണ്ണമായും കഴിയുന്ന ഒരു സിനിമയല്ല ഇത്. സോ ഇനി ആളുകൾ കളങ്കാവലിന് തള്ളിക്കയറാൻ വലിയ ചാൻസ് ഒന്നുമില്ല. ഈവൻ തോ ഇറ്റ്സ് എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. അപ്പോൾ ഇനിയൊരു 100 കോടി മമ്മൂക്കയ്ക്ക് എപ്പോൾ കിട്ടാനാണ്? നമുക്ക് ഇക്കയുടെ അപ്കമിങ് സിനിമകൾ ഏതാണെന്ന് നോക്കാം. പാട്രിയോട്ട് മൾട്ടി സ്റ്റാർ മൂവി ആയതുകൊണ്ടും ബിഗ് ഗെയിംസ് ഉള്ളത് കൊണ്ടും ഷുവർലി 100 കോടിയൊക്കെ മിക്സ്ഡ് റിവ്യൂ വന്നാലും ക്രോസ് ചെയ്യും. ആൻഡ് മറ്റൊന്നാണ് ഖാലിദ് റഹ്മാനുമായിട്ടുള്ള ഒരു പ്രൊജക്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പിന്നൊരു പടമുണ്ട്, ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബിഗ്ഗസ്റ്റ് ഫിലിമായിട്ട് വരുന്ന ഒരു സിനിമ, ബേസിലിന്റെ ഫാലിമിയിലെ അതിന്റെ ഡയറക്ടറായ നിതീഷ് സഹദേവ് ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം വരുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടേത്. സിനിമക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ടിപ്പിക്കലായിട്ടുള്ള ഒരു ഹീറോയിൻ ഈ സിനിമയിൽ ഇല്ല. പകരം ഒരു 9 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയാണ് ഫീമെയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നത്. ആൻഡ് ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഇതിലെ കഥയും എന്നാണ് റിപ്പോർട്ട്സ്. ആൻഡ് ലാസ്റ്റ്ലി അടൂർ ഗോപാലകൃഷ്ണനുമായി ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് കേൾക്കുന്നു.
ലെറ്റ്സ് ഹോപ്പ് ഈ സിനിമകളെല്ലാം 100 കോടി എന്ന മൈൽ സ്റ്റോൺ കടക്കുന്ന നല്ല സിനിമകളാവട്ടെ എന്ന്. എടാ പിന്നെ നമ്മുടെ ലാലേട്ടന് 400 കോടി സിനിമകളുണ്ട്, മമ്മൂക്കയ്ക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് നമ്മളെ ഇത്രയധികം എന്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു ആർട്ടിസ്റ്റിനും അദ്ദേഹത്തിന്റെ ആർട്ടിനും കൊടുക്കുന്ന ഒരു ഡിസ്റെസ്പെക്ട് ആണ്. ഈ ലാലേട്ടൻ വേഴ്സസ് മമ്മൂക്ക ഫാൻ ഫൈറ്റ് ഒക്കെ ഒരർത്ഥമില്ലാത്ത പരിപാടിയാണ്. മമ്മൂക്ക ഈസ് എ ഹാർഡ് വർക്കർ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹീസ് നോട്ട് എ കംപ്ലീറ്റ് ആക്ടർ ഓർ എ ബോൺ ആക്ടർ എന്ന്. ഇതേ സമയം നാച്ചുറലായി തന്നെ ആ ചാമും ടാലന്റും ലാലേട്ടനുണ്ട്. അതിനർത്ഥം മമ്മൂക്കയ്ക്ക് ചാമില്ലെന്നോ ലാലേട്ടൻ ഹാർഡ് വർക്കിംഗ് അല്ല എന്നോ അല്ല. ബോക്സ് ഓഫീസ് കണക്കുകൾ പറഞ്ഞ് ഇവരിൽ ഒരാളെ താഴ്ത്തുന്നത് ഓഡിയൻസിന്റെ ക്വാളിറ്റിയുടെ ഡൗൺഫോൾ തന്നെയാണ്. അവർ രണ്ടാളും ലെജൻസ് തന്നെയാണ്.